കഴിഞ്ഞ 12 കൊല്ലക്കാലം ഈ പ്രശ്നം ഉന്നയിച്ച് നിൽക്കുമ്പോൾ അവരെവിടെയായിരുന്നു? 20 വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നങ്ങളുമായി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവരെവിടെയായിരുന്നു? എവിടെയുമായിരുന്നില്ല. അവരുടെ അഹന്തയും ധിക്കാരവും ധാർഷ്ട്യവും അതുപോലെ തന്നെ അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞൊരു ഭരണകൂടത്തിന്റെ പ്രതിഫലനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയാണ് ഓരോ പരീക്ഷയിലും അർപ്പിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങളാണ്, ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ സ്വപ്നങ്ങളാണ് അർപ്പിക്കുന്നത്. അതിനെ മുഴുവൻ കരിച്ചു കളയാൻ തീരുമാനിച്ചിട്ട് പരീക്ഷാ പേപ്പർ ചോർച്ച ഒന്നിന് പിറകെ ഒന്നായി 100 കണക്കിന് പരീക്ഷാ ചോർച്ചകൾ ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ ഇതെല്ലാം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഗവൺമെന്റ്, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന മന്ത്രി, ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നവര് മോശക്കാരാക്കി മാറ്റാൻ എല്ലാത്തിനും ഒറ്റമൂലിയുണ്ടല്ലോ, വർഗീയത അവരെ ആളിക്കത്തിക്കുക, അതിനെ നേരിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉന്നയിക്കുന്നവരെ മോശക്കാരാക്കുക. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഇന്ത്യയിലെ വിദ്യാർത്ഥികള്, യുവത അതിമനോഹരമായി മറുപടി കൊടുത്തു. ഞാൻ അവരെ സല്യൂട്ട് ചെയ്യാണ്. ഇന്ത്യയിലെ സ്റ്റുഡൻസ്, നമ്മൾ അവരെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, തീർത്തും രാഷ്ട്രീയ ബോധമുള്ള 15 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ അണിനിരന്നത്. യുവതയാണ് അണിനിരന്നത്. അവരുടെ നിശ്ചയദാർഢ്യം, എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചു. അവർക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു കൊടി ഉണ്ടായിരുന്നില്ല. ആരും അവരോട് കൊടി പിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമില്ലായിരുന്നു. അവര് ഒറ്റക്കെട്ടായി അണിനിരന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അവരുടെ പിന്നിലാണ് ഞങ്ങൾ അണിനിരന്നത്. ആ വിദ്യാർത്ഥികളുടെ, ആ യുവതയുടെ പിന്നിലാണ് ഞങ്ങൾ അണിനിരന്നത്. കാരണം അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്, ജെന്യൂനാണ്. ഞങ്ങൾ കുറെ നാളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റെസിഗ്നേഷൻ, അതിനുശേഷം ചർച്ച എന്നുള്ളത്. റെസിഗ്നേഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ എങ്ങനെയാണ് പോലീസ് ഈ അതിക്രമം നടത്തിയത്? എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് നേരെ അടക്കം ഈ അതിക്രമം നടത്തിയത്? എങ്ങനെയാണ് മുള്ളുവെച്ച ലാത്തി പ്രയോഗിക്കപ്പെട്ടത്? എങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായത്? എങ്ങനെയാണ് നെയിം ബോർഡ് ഇല്ലാത്ത പോലീസുകാർ അവിടെ ഉണ്ടായത്? എങ്ങനെയാണ് യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ അവിടെ ഉണ്ടായത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കില്ലേ? ഇതിനെല്ലാം എണ്ണി ഞങ്ങൾ മറുപടി പറയിപ്പിക്കും. ഇതേ ആദ്യം എന്തായിരുന്നു? തിങ്കളാഴ്ച ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അവർക്ക് അക്ഷരം വേണ്ടിയില്ല. അപ്പൊ തന്നെ സഭ പിരിച്ചുവിട്ടു. തിങ്കളാഴ്ചയാണ് പിന്നെ ആക്രമണം ഉണ്ടാകുന്നത്. വീണ്ടും ചൊവ്വാഴ്ച വീണ്ടും സംഭവങ്ങൾ ആവർത്തിച്ചു. ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് ഞങ്ങൾ കടന്നു കയറി എന്നൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു, സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ സമാനതകളില്ലാത്ത ആക്ഷൻ വേണം തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പോയത്. ഞങ്ങളെ കൈകാര്യം ചെയ്ത രീതി നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ പോലും ഞങ്ങളടക്കമുള്ള എംപിമാരെ എങ്ങനെ ഈ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തു. അതിലൊന്നും ഞങ്ങൾക്ക് വിഷമമില്ല. കുട്ടികളെ കൈകാര്യം ചെയ്ത രീതി കണ്ടവരല്ലേ നമ്മള്. അതിനപ്പുറം എന്താ ഉള്ളത്? ആ പാവപ്പെട്ട കുട്ടികളോട് താങ്കളിപ്പോ പറഞ്ഞതുപോലെ കാണിച്ച ആ ക്രൂരത, ഈ ആക്രമിച്ച ഈ കുട്ടികളെ, നിരപരാധികളായ കുട്ടികളെ പോലും, അല്ലെങ്കിൽ സമരം ചെയ്യാൻ വന്ന കുട്ടികളെ ഈ ക്രൂരമായിട്ട് ഹീനമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വന്നേ മതിയാകൂ. ഇനി ഇത് ആവർത്തിക്കാൻ പറ്റില്ല. നിയമം അവർക്ക് ബാധകമാക്കണം.